കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണ്, സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് സൂപ്പർ ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ മാറി മുഖം നല്ല നിറം വയ്ക്കാൻ പറ്റും സൂപ്പർ പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പ്, കറുത്ത പാട് എല്ലാം മാറി കിട്ടും, മുഖം നല്ല ബ്രൈറ്റ് ആകും പറ്റിയ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇനി മെയിൻ താരം കടലമാവാണ്. അപ്പോൾ കടലമാവിൻ്റെ കൂടെ കുറച്ച് സംഭവം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാമേ. അപ്പോൾ നോക്കി, ഇന്ന് ഞാനത് പാക്ക് ഇട്ടതിന് ശേഷമായിട്ട് വീഡിയോ എടുത്തേക്കുന്നത്. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. മുഖം നല്ല സോഫ്റ്റ് കണ്ടില്ല, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അടിപൊളി ഒരു പാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലോ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഈ പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കണത് കടലമാവാണ് കേട്ടോ. കടലമാവിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ കടലമാവ് എടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കടലമാവാണല്ലോ, എടുക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കണേ. കാരണം ഇതിനകത്ത് കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടും കേട്ടോ. അതുകൊണ്ട് ശരിക്കും അരിച്ചെടുത്തിട്ട് മാത്രം കടലമാവ് എടുക്കണേ. അപ്പോൾ നമുക്ക് കടലമാവിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി മതി. പിന്നെ ഒത്തിരി മഞ്ഞൾ വേണ്ട എന്നുള്ളവർക്ക് ഇത്ര ഒന്നും എടുക്കണ്ട, ഒരു നുള്ള് എടുത്താൽ മതി കേട്ടോ. ഞാൻ എടുത്തത് ഇച്ചിരി കൂടിപ്പോയായിരുന്നു. എനിക്ക് മഞ്ഞളിൻ്റെ അത്രയും പ്രശ്നമില്ല. ഞാൻ മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാക്കിലൊക്കെ മഞ്ഞൾ ചേർത്ത പാക്കൊക്കെ തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള രോമമൊക്കെ കൊഴിയാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തൊക്കെ അത്യാവശ്യം രോമമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മഞ്ഞൾ ചേർത്ത പാക്കാണ് കൂടുതലും ഇപ്പം ഞാൻ എടുക്കുന്നത് കേട്ടോ. അത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ട സാധനമാണ് തക്കാളിയുടെ നീരാണ് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ നീര് നമ്മൾ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ തക്കാളിയുടെ നീര് ഞാൻ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. കണ്ടോ, 1 സ്പൂൺ ഉണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ വേണ്ട സാധനമാണ് തൈര് കേട്ടോ. അപ്പോൾ തൈരും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത സാധനമാണ് ഉരുളക്കിഴങ്ങിന് നീര് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിതാ ഉരുളക്കിഴങ്ങിൻ്റെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ട സാധനമാണ് തേനും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. തേനൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. മിക്സാന്ന് അങ്ങനെ വാക്ക് വന്നതാണ്. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാവേ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ വെള്ളം പോലെയൊക്കെ തോന്നുവാണെങ്കിൽ, കാരണം തൈര് ഒഴിച്ചത് ഇച്ചിരി കൂടി പോയോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി കടലമാവ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി ഇനി തക്കാളിയുടെ നീരും ഉരുളക്കിഴങ്ങിൻ്റെ നീരും ഒന്ന് ചേർത്ത് കൊടുക്കണ്ട. വെള്ളം പോലെ ആവുകയാണെങ്കിൽ കുറച്ച് കടലമാവും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ആവണം കേട്ടോ. കാരണം മഞ്ഞപ്പൊടിയൊക്കെ എന്നൊക്കെ കണ്ടോ, ഈ ഭാഗത്തൊന്നും കളറൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് നല്ലവണ്ണം ഈ പാക്കൊന്ന് മിക്സ് ചെയ്യണം. നല്ലൊരു പാക്കാണ് കേട്ടോ. നമ്മുടെ മുഖത്തുള്ള പാടൊക്കെ കുറയാനൊക്കെ അടിപൊളിയൊരു പാക്കാണ്. ഇതൊരാഴ്ചയിൽ ഒരു 3 തവണയൊക്കെ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല നിറവ്യത്യാസം മനസ്സിലാവും. കാരണം കരുവാളിപ്പൊക്കെ മാറും. മുഖത്ത് എന്തെങ്കിലും ഒരു പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാനൊക്കെ ഈ ഒറ്റ പാക്ക് മതി. അപ്പോൾ ഞാനിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്തിട്ട് 1-2 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റിന് വെച്ച ശേഷം നമുക്ക് പാക്ക് ചെയ്യുവാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് എല്ലാം നമുക്ക് 5 മിനിറ്റ് വൈകിയാലും അത്രയും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് അത്ര നല്ലതാണ്. ഇച്ചിരി സമയം കൂടുന്നതനുസരിച്ച് നമ്മുടെ പാക്കിൻ്റെ റിസൾട്ടും നല്ലതായിരിക്കും. അപ്പോൾ നല്ലവണ്ണം മിക്സ് ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം എനിക്ക് തോന്നുന്നു ഇച്ചിരി വെള്ളം പോലെ ആയിട്ടുണ്ടല്ലേ. നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് കടലമാവൊന്ന് ചേർത്ത് കൊടുക്കാവേ. ചേർത്ത് കൊടുത്തിട്ട് നല്ല ഇത്തിരി അങ്ങ് കട്ടിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇത്തിരി കടലമാവും കൂടി ചേർത്ത് കൊടുക്കായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ തൈര് ഒഴിച്ചപ്പം ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം തോന്നിയായിരുന്നു. അതുകൊണ്ട് ഇത്തിരി കടലമാവും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ പാക്ക് കണ്ടില്ലേ, ലൈറ്റ് മഞ്ഞ കളറാണ് കേട്ടോ. നമ്മുടെ തക്കാളിയുടെ നീര്, ഉരുളക്കിഴങ്ങിൻ്റെ നീര്, അതുപോലെ തേന്, തൈര്, ഇതൊക്കെ നമ്മുടെ മുഖത്ത് നല്ലതാണ്. അതുകൊണ്ട് ഇത് ഇച്ചിരി കൂടി പോയാലൊന്നും പ്രശ്നമില്ല കേട്ടോ. നമുക്കൊരളവ് അറിയാമല്ലോ, എത്ര ഒഴിക്കണം എന്നൊരളവ് അറിയാമല്ലോ.
നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടൊരു 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. അപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് മുഖത്തങ്ങ് നല്ല വൃത്തിയിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. മസാജ് ചെയ്ത് വേണം നമ്മുടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കാനേ. അപ്പോൾ ഒരു മഞ്ഞ കളർ കണ്ടില്ലേ, ഒരു ഇളം മഞ്ഞ കളർ. അവിടെ ചേട്ടൻ കുരുമുളക് പറിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഉണ്ണിക്കുട്ടനും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ ചോദിച്ചായിരുന്നു മുഖത്ത് രോമം പോകാനുള്ള റെമഡി ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. ഇത് നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് അടിപൊളിയാണ്. നമ്മുടെ മുഖക്കുരും പിന്നെ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ പോകാൻ സൂപ്പർ പാക്കാണ് കേട്ടോ. ധൈര്യമായിട്ട് തന്നെ ഉപയോഗിച്ചോളൂ. എന്തോ എടാ കുഞ്ഞാ, നിന്നെ ഉണ്ണീസ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ മുഖത്തും കഴുത്തിലൊക്കെ ഈ പാക്ക് അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല വൃത്തി തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് ഒരു 20 മിനിറ്റ് നമ്മുടെ മുഖത്ത് തന്നെ ഇരിക്കട്ടെ. ഇതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇച്ചിരി കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കണം, ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കരുത്, കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ നെറ്റിയുടെ സൈഡിലൊക്കെ കറുത്ത പാടൊക്കെ കുറയാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം. പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ, ഇത് നമുക്ക് വൃത്തി കഴുകി കളയാതെ. കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടാണ് വന്നേക്കണത്. ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാം കേട്ടോ. ഉണ്ണിക്കുട്ടന് ഒച്ചയായിട്ടാണ് കേൾക്കണത്. എല്ലാവരും അവിടെ കുരുമുളക് പറിച്ചോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനും കൂടെ ഒന്ന് പോകുന്നതായിരിക്കും. പാക്കൊന്ന് തുടച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി കുരുമുളക് പറിക്കാനായിട്ട്. അപ്പോൾ ഇതാ മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ടേ. ഇനി നമുക്ക് മുഖം നല്ല വൃത്തി കഴുകിയെടുക്കാം. നോക്കിക്ക് മുഖത്ത് മാറ്റം കണ്ടോ? സൂപ്പർ പാക്കാട്ടോ. മുഖത്തെ കരുവാളിപ്പും പാടുകളൊക്കെ കുറേ അടിപൊളിയാണേ. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേഗം തന്നെ വരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് കഴുകുമ്പോൾ തന്നെ തുടയ്ക്കുമ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട്, കണ്ടില്ല, നല്ല നിറം വെച്ചിട്ടുണ്ടേ. അപ്പോൾ കഴുകിയിട്ട് വേഗം വരാം. അപ്പോൾ ഞാനിതാ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ടുണ്ട്. നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ആ മുഖത്തുണ്ട് കരുവാളിപ്പും ഒക്കെ മാറി നല്ല സൂപ്പറായിട്ടുണ്ട്, കണ്ടില്ലേ? ഭാവിച്ചി എങ്ങനെയുണ്ടെടാ? സൂപ്പറായിട്ടുണ്ട്. കണ്ടോ, മുഖം നല്ലോണം നിറം വെച്ചിട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നാൽ എൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ പറ്റുള്ളേ. സൂപ്പർ പാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ടില്ല കേട്ടോ. കാരണം ഒരു കൂട്ടുകാർ ചോദിച്ചായിരുന്നു ഈ ചെറുനാരങ്ങ വിട്ടുള്ള കളി ഇല്ലേന്ന് ചോദിച്ചു. അന്ന് വിചാരിച്ചെന്ന് ചെറുനാരങ്ങ വേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഉരുളക്കിഴങ്ങ് നീരുണ്ട്, തക്കാളിയുടെ നീരുണ്ട്, തേനുണ്ട്, തൈരുണ്ട്, കടലമാവ്, മഞ്ഞൾപ്പൊടി. നോക്കിക്കഴിഞ്ഞാൽ മുഖത്ത് മഞ്ഞ കളറുണ്ടോ കുഞ്ഞാവേ? ഇത്തിരിയെങ്കിലും ഉണ്ടോ? കണ്ടു, ഒട്ടുമില്ല കേട്ടോ. അടിപൊളി. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ചേർക്കുമ്പോൾ മുഖത്ത് മഞ്ഞ കളർ ഉണ്ടാവുമെന്ന് പേടിക്കേ വേണ്ട. മുഖത്ത് മഞ്ഞ കളറേ ഇല്ല കേട്ടോ. അപ്പോൾ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് മുഖം നല്ല വൃത്തിയിലൊന്നും കഴിയില്ല, കാരണം ഇവിടെയൊക്കെ ഇച്ചിരി ഇരിപ്പുണ്ട് കേട്ടോ. കഴുത്ത് ഇച്ചിരി കൂടെ കഴുകാനുണ്ട്, കണ്ടിവിടെയൊക്കെ ഉണങ്ങി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ കുളിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ അതാ കുറച്ച് കുരുമുളക് ചേട്ടയെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങൾ കൂടെ ഒന്ന് കണ്ടേക്കാം. അപ്പോൾ അതാ ഉണ്ണിക്കൂട്ടം നോക്കി ഇവിടെ താളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്ത് ഇല എന്നൊന്നും അറിയത്തില്ലേ, ഇലയൊക്കെ പറിച്ചത് താളി ഉണ്ടാക്കി. ഇത് ഏത് അരിപ്പാ? അടുക്കളയിലല്ലേ? ദൈവമേ, ഇതിൽ നോക്കിക്കേ, നമ്മുടെ കുഞ്ഞാപ്പൊടിയിലെ അവൻ്റെ സൈഡ് നിൽക്കുന്ന ആള്. ഇതെന്താ, ഇത് ചായയാണോ അതോ താളിയാണോ? ആണോ? അപ്പോൾ ഇതാ ചേട്ടൻ ഇതിവിടെ കുരുമുളക് പറിച്ചുകൊണ്ടിരിക്കുകയാണ്.
മരത്തെ കയറാൻ പറ്റില്ല, ഇത് ഉണങ്ങിപ്പോയി. ഒടിഞ്ഞു പോയോ? ഉണങ്ങിപ്പോയി മരം. ഉണങ്ങിയ മരമാണ് കേട്ടോ, അതുകൊണ്ട് മരത്തിൽ കയറുന്നത്. അല്ലെങ്കിൽ ചേട്ടൻ മരത്തിൽ കയറിയിരുന്നതൊക്കെ പറിച്ചോണ്ടിരുന്നത്. ഇത് ഉണ്ണിക്കുട്ടൻ കയറിയതാണ്. ഇവിടെയോ? ഉണ്ണി, ഇത് എവിടുന്ന ഏണി കിട്ടിയേ? പപ്പ എങ്ങനെ കയറിയെന്ന് കാണിച്ചു കൊടുത്തേ. ഉണ്ണിക്കുട്ടൊന്ന് കാണിച്ചെന്നേ. വീഴുവോ ഉണ്ണി? വീഴുവോ? ഏണി കയറുന്നുണ്ടോ ഉണ്ണി? ഉണ്ണി ഏണി കയറുന്നുണ്ടോ? എന്നാ വാ. ഇന്ന് കുളിയൊന്നും വേണ്ടേ? ഇത് കുറേ നേരം ആയല്ലോ. ഇത് എന്താ, ഇത് കറിയാണോ താളിയാണോ? ഇത് എന്ത് താളി ഇത്? ആണോ? സാരമില്ല, ഏട്ടാനും മോനും ഉണ്ടാക്കി തന്നല്ലേ. അപ്പൊ ചേട്ട ഇതാ ഒടിച്ചളിയാൻ പോവാണോ? ഒടിഞ്ഞോ? ഉണ്ണിക്കുട്ട മാറിക്ക്. ഓടിക്കോടാ. ഇതാ കണ്ട മരം, അത് ഉണങ്ങിയ മരമാണേ. അതിപ്പോൾ എല്ലാ വർഷവും ചേട്ടാ ഇതിന് പൊക്കത്ത് അവിടെ ഏണി ചാരി വെച്ചിട്ടാട്ടോ ഈ കുരുമുളകൊക്കെ പറിച്ചെടുക്കുന്നത്. ഇന്നിപ്പം പറ്റില്ല, കാരണം ആ മരമൊക്കെ ഉണ്ടോ ഉണങ്ങിയിരുന്നു ഇപ്പുണ്ട്. ഇനി പറിച്ച ചിലപ്പം അങ്ങോട്ടേക്ക് മറിഞ്ഞു വീഴും. ആ മരം മൊത്തം പോയി. അപ്പോൾ ഞങ്ങളിതാ കുരുമുളകൊക്കെ കുറച്ച് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ ഇത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറിച്ചതൊക്കെ ഞാനിതാ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പൊക്കത്തെല്ലാം കൊണ്ടിട്ടേക്കുവാണേ. ഈ പ്രാവശ്യം എല്ലാം കുറവാണ്, കുരുമുളകായാലും കാപ്പിക്കുരുവായാലും എല്ലാം കുറവാട്ടോ. ഉള്ളതൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം.